ആരോഗ്യ മേഖലയിലെ വീഴ്ചയും അനാസ്ഥയും അറുതിയില്ലെന്ന് തെളിയിക്കുന്നു ഓരോ ദിവസവും വരുന്ന സംഭവങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇനി ഈ വിവരം. ആവശ്യത്തിന് മരുന്നുകളില്ല, ഉപകരണങ്ങളില്ല. അതുകൊണ്ട് ദുരിതത്തിലാവുകയാണ് രോഗികൾ. സ്വകാര്യ മെഡിക്കൽ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രോഗികളും ബന്ധുക്കളും. സർജിക്കൽ ബ്ലേഡും ബ്ലഡ് ബോട്ടിലും ഉൾപ്പെടെ ഇല്ലാതായിട്ട് ആഴ്ചകളായി. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ ഈ പിഴവുകൾ ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്? സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളില്ല, ഒപ്പം വിവിധ മരുന്നുകളും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ ദുരിതത്തിലാണ്. ഗ്ലാസ് സ്ലൈഡ്, ബ്ലഡ് ബോട്ടിൽ, സർജിക്കൽ ബ്ലേഡ് തുടങ്ങി വിവിധ ഉപകരണങ്ങൾ തീർന്നിട്ട് നാളുകൾ ഏറെയായി. എല്ലാം പുറത്തേക്ക് എഴുതുകയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, പ്രിലോക്സ് ഓയിൻമെന്റ് തുടങ്ങിയ മരുന്നുകളും ഇല്ല. ഇവയ്ക്കും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുകയാണ് രോഗികൾ. അടിയന്തരമായി ലഭ്യമാകേണ്ട മരുന്നിനായി വിവിധയിടങ്ങളിൽ ഓടി നടക്കുകയാണ് മേപ്പയൂർ സ്വദേശിനിയായ MK ഷീബ. ഞാൻ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കവർ തിരിയുമ്പോൾ എൻ്റെ കൈക്കൊരു നീഡിൽ കുത്തിപ്പോയി. അതേത് വീട്ടിൽ നിന്ന് എടുത്തെന്ന് നമുക്കറിയില്ല. അപ്പോൾ പല ആൾക്കാർ ഉപയോഗിച്ച നീഡിലാണല്ലോ. അപ്പം ഞാൻ കൈക്ക് കുത്തിയപ്പോൾ തന്നെ ബ്ലഡ് വന്നപ്പോൾ അത് ഞെക്കിപ്പൊക്കി നല്ലോണം സോപ്പിട്ടൊക്കെ കഴുകി. അപ്പോൾ അടുത്തുള്ള പാലിയേറ്റീവിലെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിലാണ് മെഡിസിൻ ഉള്ളതെന്ന് പറഞ്ഞിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച്. അപ്പോൾ അവിടെ ചെന്നേരം പറഞ്ഞു ഇവിടെ മെഡിസിൻ ഇല്ല, അവൈലബിൾ അല്ല, കോഴിക്കോടേക്ക് എഴുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കോളേജിൽ വന്ന് കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഹെപ്പറ്റൈറ്റീസിൻ്റെ കുത്തിവെപ്പ് എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ 2 മണിക്കൂറോളം നിന്നേരം പറഞ്ഞു ഇവിടെ മെഡിസിൻ ഇല്ല, നിങ്ങൾ നാളെ എന്ത് ചെയ്യണം, OPയിൽ വരണം എന്ന് പറഞ്ഞു. OPയിൽ വന്ന് ഞങ്ങളിവിടെ ഇപ്പോൾ വന്നത് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, മരുന്നില്ല, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാരുണ്യയിലും ഇവിടെ അല്ലാത്ത പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും അവൈലബിൾ അല്ല. കാരുണ്യയിൽ മെഡിസിൻ ഉണ്ട്, പക്ഷേ അവരെന്ത് ചെയ്യണോ തരുന്നില്ല. DMOൻ്റെ ലെറ്റർ വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഈ വാക്സിൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കുകയും വേണം. ഇപ്പോൾ 2 മണിക്കൂറിൽ എടുക്കണം എന്ന് പറഞ്ഞ സംഭവമാണ്. രാവിലെ ആയപ്പോൾ എടുക്കാൻ പറ്റിയില്ല, ഇത്രയും സമയമായിട്ടും എടുക്കാൻ പറ്റില്ല. ഈ വാക്സിൻ എടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം പല ആൾക്കാരും കുത്തിവെച്ച സിറിഞ്ച് ആയതുകൊണ്ട് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനാണ് ഈ കുത്തിവെപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. രക്തം പരിശോധിക്കാൻ റെഡ് ക്യാബ്ഡ് ട്യൂബും ഇല്ല. ഒരു മാസം കുറഞ്ഞത് 1000 ട്യൂബെങ്കിലും വേണ്ടയിടത്ത് ലഭിക്കുന്നത് വെറും 300 എണ്ണം മാത്രം. ആദ്യ ആഴ്ചകളിൽ തന്നെ ഇവ തീരും, പിന്നീടെല്ലാം പുറത്തുനിന്ന് വാങ്ങണം. ലാബിൽ ഞാൻ ഇന്നിപ്പം സ്കിന്നിൻ്റെ ലാബ് പോയ സമയത്ത് ഈ റെഡ് ബ്ലഡ് ബോട്ടിൽ എന്ന് പറഞ്ഞ സാധനം പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അതേമാതിരി സർജിക്കൽ ഓരോ സാധനം പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവരെ കൈമിൽ സാധനം എത്തുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുറത്ത് പോയി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇത് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്തിട്ട് അവിടെ പ്രായമുള്ള ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ്. ഒരാൾ പോലും സഹായിക്കാനില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങോട്ട് പോയിട്ട് സാധനം വാങ്ങിയിട്ട് മേലയിൽ കയറിയിട്ട് കൊടുക്കണം. ആ അവസ്ഥ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്റ്റോക്ക് തീർന്നെന്നും ഉപകരണങ്ങളും മരുന്നുകളും വന്നിട്ട് വേണം എന്നും പറഞ്ഞ് കൈയൊഴുകുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് രോഗികളും ബന്ധുക്കളും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നങ്ങളല്ല. നമുക്കറിയാം കേരളത്തിന്റെ പൊതുജന ആരോഗ്യ രംഗം എന്നത് പരിപാവനതയോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു തർക്കവും നിങ്ങൾക്കാർക്കും ഉണ്ടാകാൻ ഇടയില്ല. ചികിത്സ എന്നത് സത്യത്തിൽ സർക്കാർ സൗജന്യമായി നമുക്ക് നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് സർക്കാർ ആശുപത്രികളിൽ വേറിട്ട് നിൽക്കുന്ന നല്ല വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ, അവരുടെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കികളുമായ ഡോക്ടർമാർ അവിടെ ഉണ്ടാകുന്നു. ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ അവിടെ ഉണ്ടാകണം. സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് ഉറപ്പാക്കണം. അതൊക്കെയാണ് ആരോഗ്യ രംഗത്ത് കേരളത്തിനുണ്ടാകേണ്ട മാറ്റം. സാക്ഷരതയ്ക്കൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും ലോകത്തെമ്പാടും വലിയ അഭിമാനത്തോടു കൂടി നമ്മൾ ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. പക്ഷേ നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ പരിമിതികൾ, അതല്ലെങ്കിൽ അതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ശോഷണം എന്നത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. ഈ രോഗികളൊക്കെ പറഞ്ഞത് അടിസ്ഥാനപരമായി ആവശ്യമുള്ള കാര്യങ്ങൾ പോലും, ഒരു സർജറിക്ക് ആവശ്യമായ കാര്യങ്ങൾ, സർജിക്കൽ ബ്ലേഡ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എഴുതി കൊടുക്കുന്ന സംവിധാനമാണ് അവിടെ ഉള്ളതെന്നാണ്. ഒരുപക്ഷെ കേരളത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന ഈ സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥ, അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ ഉണ്ടാകണം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഫലപ്രദമായ ഒരു അതിന് തീരുമാനമുണ്ടാക്കുമെന്ന് നമുക്ക് കരുതാം. ഈ വിവരങ്ങളും ഈ വാർത്തകളും ഒക്കെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ
കൊണ്ടുവരേണ്ടതുമാണ്. ചില പ്രതികരണങ്ങൾ പെട്ടെന്ന് നോക്കാം. എങ്ങനെ ആശുപത്രിയിൽ മരുന്നുണ്ടാകും? അത് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം, എന്നാലല്ലേ മരുന്ന് അവർ കൊടുക്കൂ എന്നാണ് രവികുമാർ PB പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് രവികുമാർ, താങ്കൾ പറഞ്ഞതിൽ വലിയൊരളവിൽ കാര്യമുണ്ട്. ബിനു ചോദിക്കുന്നു, ആരോഗ്യമന്ത്രി ആരാ കേരളത്തിൽ? ബിനു, അതിലൊരു പരിഹാസമുണ്ട്. ശ്രീമതി വീണ ജോർജ് അങ്ങനെ ഒരു മോശം ആരോഗ്യമന്ത്രിയാണെന്ന അഭിപ്രായം എനിക്കില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം പിഴവുകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം. റീന സതീശൻ, 2 മണിക്കൂറിൽ എടുക്കേണ്ട വാക്സിൻ പിറ്റേ ദിവസം എടുത്തിട്ട് പിന്നെ എന്താണ് കാര്യം? ഇത്തരം വിഷയങ്ങളൊന്നും ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കുന്നില്ലേ? ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത്തരം പിഴവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരേണ്ടതാണ് റീന. അത് നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവരുടെ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. അതല്ലെങ്കിൽ തുടരെ വാർത്ത കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധ പതിയാൻ വേണ്ടിയുള്ള നിതാന്തമായ ശ്രമത്തിൽ ഞങ്ങളുണ്ടാകും. അടിയന്തരമായി ലഭിക്കേണ്ട മരുന്നുകൾ പോലും ഇല്ലാതെ രോഗികൾ വലയുന്നു എന്നത് നമ്മൾ കണ്ടല്ലോ. സ്റ്റോക്ക് തീർന്നു എന്ന ഒറ്റ വരിയിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അധികൃതർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാസ്ഥ തുടർന്നിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇടപെടുന്നില്ല എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൽ ചില പ്രതികരണങ്ങൾ കാണാം. ആളുകൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? പ്രതികരണങ്ങളിലേക്ക്. കുറച്ച് മരുന്ന് കിട്ടി, അപ്പം ഇനി ഒരു മരുന്ന് പുറത്ത് പോയിട്ട് വാങ്ങണം. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നു. സമയവും ഇതൊക്കെ വേസ്റ്റ്. അവിടെ ഒരു മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ 2 മരുന്ന് കിട്ടിയത്. ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങണം. 3 മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിലാണ് എല്ലാ മരുന്നും കിട്ടുക. അതും ചിലതൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് ലാസ്റ്റ് സീലടിച്ചിട്ട് പുറത്തേക്കാണ് എഴുതി തരിക. അവിടെ നിന്ന് വാങ്ങിക്കോളാൻ പറയും. ഒറ്റൊരു മരുന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുക. അത്രയും നമ്മൾ ക്യൂ നിന്ന് ക്യൂ നിൽക്കണം. അതാണ് ഏറ്റവും. എല്ലായിടത്തും പോയി ഓടി നടക്കണം. എന്നിട്ട് ലാസ്റ്റ് എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പറയും ഇല്ലയെന്ന് പറയും. പിന്നെ പുറത്തേക്ക് നമ്മൾ പോകണം. ഭയങ്കര വലിയ എടുക്കാറ് തന്നെ. ആരോഗ്യമന്ത്രിയെ വിമർശിക്കുന്ന ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ജോസ്വിൻ ജോസഫിൻ്റെതായി SK ബേക്കേഴ്സ് പറയുന്നു, ഈ കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാകണം. ആരോഗ്യമന്ത്രിക്കും ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളായിരിക്കില്ല. അവരുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നതാണല്ലോ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം. അത് നമുക്ക് നിർവഹിക്കാം. അതോടൊപ്പം തന്നെ ഈ രോഗികളൊക്കെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്യാസന്ന നിലയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ, അവരോട് കൂട്ടിരിപ്പുകാർക്ക് മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ആ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് പറ്റുന്നില്ല. അവർക്ക് പുറത്തേക്ക് അത് എഴുതി കൊടുക്കുന്നു, പുറത്തുപോയി വലിയ തുക കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നത് സാധാരണക്കാരായി, അതായത് നമ്മളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ്. അത്തരം സർക്കാർ ആശുപത്രികളിൽ ഇത്തരം പിഴവുകൾ, നോട്ടപ്പിശകുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കാര്യം തിരുത്തേണ്ടതാണ്. അതിൽ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. അതല്ലെങ്കിൽ തുടരെ ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും.